ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇൻകം ടാക്സിലെ കുറച്ച് ബേസിക് കോൺസെപ്റ്റ്സ് ആണ്. ഇൻകം ടാക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഭയങ്കര പ്രയാസപ്പെട്ടൊരു സബ്ജക്റ്റാണ്. ഇത് പഠിക്കാൻ ഭയങ്കര പ്രയാസമാണ് എന്നൊന്നും ആരും വിചാരിക്കേണ്ട. വളരെ എളുപ്പത്തിൽ തന്നെ ഒന്ന് മനസ്സിലാക്കി പഠിച്ചാൽ പഠിക്കാവുന്ന ഒരു സബ്ജക്റ്റ് മാത്രമാണ് ഇൻകം ടാക്സ്. അപ്പോൾ ഇതിൻ്റെ കോൺസെപ്റ്റ്സ് ഒക്കെ തുടക്കത്തിൽ തന്നെ ക്ലിയർ ആയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ട് നമ്മൾ പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് അത് ഭയങ്കര പ്രയാസമായിട്ട് തോന്നും. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഓരോ കോൺസെപ്റ്റ്സും ഡിസ്കസ് ചെയ്യാം. അതിന് മുൻപായിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ടാക്സ് എന്നുള്ളതാണ്. വാട്ട് ഈസ് ടാക്സ്? ടാക്സ് ഈസ് ദ കമ്പൽസറി എക്സ്ട്രാക്ഷൻ ഓഫ് മണി ഫ്രം പബ്ലിക് ഫോർ ദി കോമൺ വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി. ഒരു വ്യക്തിയോ കമ്പനിയോ സർക്കാരിന് നൽകേണ്ട നിർബന്ധിത പേയ്മെൻ്റ് ആണ് ടാക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നികുതി എന്ന് പറയുന്നത്. സമൂഹത്തിൻ്റെ പൊതുവായ ക്ഷേമത്തിന് വേണ്ടി പൊതുജനങ്ങളിൽ നിന്നുള്ള ഒരു മാൻഡേറ്ററി കോൺട്രിബ്യൂഷൻ, ഒരു വോളണ്ടറി കോൺട്രിബ്യൂഷൻ അല്ല കേട്ടോ, മാൻഡേറ്ററി കോൺട്രിബ്യൂഷനാണ്. അത് ഒരു വ്യക്തിയോ ഏതെങ്കിലും ബിസിനസ് ഓർഗനൈസേഷനോ ആകട്ടെ, എല്ലാവരും അതത് നികുതികൾ വിവിധ രൂപങ്ങളിലാണ് അടയ്ക്കുന്നത്. ടാക്സിനെ നമ്മൾ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത്: ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്. എന്താണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ ടാക്സ് ലെവീഡ് ഡയറക്ട്ലി ഓൺ എ ടാക്സ് പെയർ ഹൂ പേയ്സ് ഇറ്റ് ടു ദ ഗവൺമെൻറ് ആൻഡ് കനോട്ട് പാസ് ഇറ്റ് ഓൺ ടു സംവൺ എൽസ്. വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ നേരിട്ട് ആണ് ഇവിടെ നികുതി ചുമത്തുന്നത്. ഒരു ടാക്സ് പെയർ നേരിട്ടാണ് ഇവിടെ സർക്കാരിന് നികുതി അടയ്ക്കുന്നത്. അത് മറ്റൊരാൾക്ക് കൈമാറാൻ കഴിയില്ല. ഓക്കെ, അതാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അത് ടാക്സ് ബേർഡൻ ടാക്സ് പെയറിൽ തന്നെയാണ്. ഇതിന് എക്സാമ്പിൾ ഇൻകം ടാക്സ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഇൻകം ടാക്സ് ഡയറക്റ്റ് ടാക്സ് ആണ്. അപ്പോൾ ഇവിടെ ടാക്സ് ഡയറക്റ്റായിട്ട് പേ ചെയ്യുന്നത് ആര് തന്നെയാണ്? ടാക്സ് പെയർ തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇൻഡയറക്റ്റ് ടാക്സ്. Indirect taxes are basically taxes that can be passed on to another individual or another entity. They are usually imposed on a manufacturer or supplier who then passes on the tax to the consumer. Indirect tax മറ്റൊരു വ്യക്തിയിലേക്കോ സ്ഥാപനത്തിലേക്കോ കൈമാറാവുന്ന നികുതിയാണ്. ഇത് സാധാരണയായിട്ട് ഒരു മാനുഫാക്ചറർ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടറുടെ മേലാണ് ചുമത്തുന്നത്. അത് പിന്നീട് കൺസ്യൂമറിലേക്ക് കൈമാറ്റം ചെയ്യുകയാണ്. അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സ് പേ ചെയ്യുന്നതിനകത്തൊരു ഇൻ്റർമീഡിയറി ഉണ്ട്. അതാണ് പ്രധാനമായിട്ട് ഓർക്കുന്നത്. ഡയറക്റ്റ്ലി അല്ല പേ ചെയ്യുന്നത്, ഇതിനകത്തൊരു ഇൻ്റർമീഡിയറി ഉണ്ട്. അപ്പോൾ ഇതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് GST ആണ്. വളരെ ഫെമിലിയർ ആയിട്ടുള്ള ടാക്സ് ആണല്ലേ GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. GST എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടാക്സ് ലെവീഡ് ബൈ ദ ഗവൺമെൻറ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ് and not on the income, profit or revenue of an individual, and it can be shifted from one taxpayer to another. ചരക്കുകളുടെയും സേവനങ്ങളുടെയും മേൽ സർക്കാർ ചുമത്തുന്ന നികുതിയാണ് GST അഥവാ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ടാക്സ് ആണ്. GST ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. കാരണം നമ്മൾ കൺസ്യൂമേഴ്സ് ആരും തന്നെ ഡയറക്റ്റ് ആയിട്ട് പോയി ടാക്സ് അടയ്ക്കാറില്ല, അല്ലേ? അതുകൊണ്ട് തന്നെ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ത് ടാക്സ് ആണ്? ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഓക്കെ, അപ്പോൾ ടാക്സ് എന്താണെന്നും ടാക്സിൻ്റെ ക്ലാസിഫിക്കേഷനായിട്ടുള്ള ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ്, അത് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസസ്മെൻറ്റ് ഇയർ എന്താണെന്നുള്ളതാണ്. അസസ്മെൻറ്റ് ഇയർ മീൻസ് ദ പീരിയഡ് ഓഫ് 12 months commencing on the first day of April every year. ഏപ്രിൽ 1 ആരംഭിക്കുന്ന 12 മാസ കാലയളവാണ് അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത്. ദ ഇയർ ഇൻ വിച്ച് യുവർ ഇൻകം ഈസ് അസസ്ഡ് ഈസ് നോൺ ആസ് അസസ്മെൻറ്റ് ഇയർ. ദ പീരിയഡ് ഫോർ അസസ്മെൻറ്റ് ഇയർ സ്റ്റാർട്ട്സ് ഫ്രം 1st April ആൻഡ് എൻഡ്സ് ഓൺ 31st March ഓഫ് നെക്സ്റ്റ് ഇയർ. 1st Aprilന് തുടങ്ങി അടുത്ത വർഷത്തെ 31 മാർച്ചിൽ അവസാനിക്കുന്ന 12 മാസ കാലയളവാണ് അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സാധാരണഗതിയിൽ പറയുന്ന പോലെ ജാനുവരി ഡിസംബർ അതല്ല, ഇവിടെ ഏപ്രിൽ 1 തുടങ്ങി മാർച്ച് 31 അവസാനിക്കുന്നത്. ഈ ഒരു കാലയളവ് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ അസസ്മെൻറ്റ് ഇയർ എന്താണ്? നമ്മുടെ പ്രസൻറ്റ് അസസ്മെൻറ്റ് ഇയർ ഏതാണ്? 2021, 2022. അപ്പോൾ എങ്ങനെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്? 1st April 2021 and ends on 31st March 2022. Okay.
നെക്സ്റ്റ് വൺ ഇസ് പ്രീവിയസ് ഇയർ. പേര് കേൾക്കുന്നത് പോലെ തന്നെയാണ്, ദ ഇയർ ജസ്റ്റ് പ്രിസീഡിങ് ദ അസസ്മെൻറ്റ് ഇയർ ഈസ് കോൾഡ് പ്രീവിയസ് ഇയർ. അസസ്മെൻറ്റ് ഇയറിന് തൊട്ട് മുൻപ് വരുന്ന വർഷത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. ദ ഇയർ ഇൻ വിച്ച് ഇൻകം ഈസ് ഏൺഡ് ഈസ് നോൺ ആസ് പ്രീവിയസ് ഇയർ. ഇൻ ലേമൻ ലാംഗ്വേജ് കറണ്ട് ഫിനാൻഷ്യൽ ഇയർ ഈസ് നോൺ ആസ് പ്രീവിയസ് ഇയർ. നമ്മുടെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ ഇയർ തന്നെയാണ് പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ ഏതാണ് പ്രീവിയസ് ഇയർ? 2020-21. നമ്മുടെ അസസ്മെൻറ്റ് ഇയർ ഏതാണ്? 2021-22. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ അസസ്മെൻറ്റ് ഇയറിന് തൊട്ട് മുൻപുള്ള വർഷമാണ്. അങ്ങനെയാണെങ്കിൽ 2021-2022 ആണ് അസസ്മെൻറ്റ് ഇയർ എങ്കിൽ പ്രീവിയസ് ഇയർ 2020-21. ഓക്കെ, നെക്സ്റ്റ് ടേം ഈസ് assessee. Who is an assessee? In income tax, assessee is a person who pays tax or any sum of money under the provisions of the Income Tax Act 1961. In simple words, we can say that assessee is any person who is liable to pay tax under Income Tax Act 1961. Income Tax Act 1961 കീഴിൽ ടാക്സ് പേ ചെയ്യാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഏതൊരു പേഴ്സണും അസസ്സിയാണ്. അപ്പം ഞാനിവിടെ ഉപയോഗിച്ച ആ ഒരു ടേം നിങ്ങൾ ശ്രദ്ധിച്ചോ? അസസി ഈസ് എ പേഴ്സൺ എന്നാണ് പറഞ്ഞത്. അസസി ഈസ് ആൻ ഇൻഡിവിജ്വൽ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ പേഴ്സൺ, ഇൻഡിവിജ്വൽ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇവിടെ രണ്ടിനും രണ്ട് മീനിങ് ആണ് കേട്ടോ. കാരണം പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ മാത്രമല്ല. പേഴ്സൺ എന്ന് പറയുന്നതിന് കുറച്ചും കൂടി ഒരു വലിയ ഡയമെൻഷൻ ഉണ്ട്. അതിനകത്ത് കുറച്ചുകൂടി ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അസസി ഈസ് എ പേഴ്സൺ ഹൂ പേസ് ടാക്സ് or any sum of money under the provisions of Income Tax Act, or assessee is any person who is liable to pay tax under Income Tax Act 1961. അപ്പം ഞാൻ പറഞ്ഞു അസസി എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ മാത്രമല്ല, പേഴ്സൺ എന്ന ഒരു വാക്കാണ് ഉപയോഗിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ ഇൻഡിവിജ്വലും പേഴ്സണും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ മാത്രമല്ല എന്നും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ മാത്രമല്ല. അപ്പോൾ നമുക്ക് ആരൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, പേഴ്സൺ ഇൻക്ലൂഡ്സ് ഇൻഡിവിജ്വൽ, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്, കമ്പനി, ഫേം, ലോക്കൽ അതോറിറ്റി, ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സൺസ് ലൈക്ക് യൂണിവേഴ്സിറ്റി. അപ്പോൾ ഇത്രയും കാറ്റഗറി ആൾക്കാരാണ് നമ്മൾ പേഴ്സൺ എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്, കമ്പനി, ഫേം, ലോക്കൽ അതോറിറ്റി, ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സൺസ്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അസസി പറഞ്ഞപ്പോഴാണ് പേഴ്സണിലേക്ക് വന്നത്. അപ്പോൾ വീണ്ടും അസസിയിലേക്ക് വരിക. അസസിയെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഡീംഡ് അസസി എന്നും ഡിഫോൾട്ടഡ് അസസി എന്നും. ഡീംഡ് അസസി എന്ന് പറഞ്ഞാൽ ആരാണ്? Deemed assessee is someone who is bound to pay tax on behalf of someone else. മറ്റൊരാളുടെ പേരിൽ നികുതി അടയ്ക്കാൻ ബാധ്യതയുള്ള ഒരാളാണ് ഡീംഡ് അസസി എന്ന് പറയുന്നത്. ഓക്കെ, ദ ഗാർഡിയൻ ഓഫ് മൈനേഴ്സ് ഹു ആർ സബ്ജക്ട് ടു ടാക്സേഷൻ അണ്ടർ ഇൻകം ടാക്സ് ആക്ട് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഡീംഡ് അസസി. ഓക്കെ, അതായത് ഒരു മൈനർ ചൈൽഡിന് ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ ആ മൈനർ ചൈൽഡിന് വേണ്ടി ടാക്സ് അടയ്ക്കുന്ന ഗാർഡിയൻ ആരാണ്? ഡീംഡ് അസസി ആണ്. ഓക്കെ, ഈ എക്സാമ്പിളിൽ നിന്ന് നമുക്ക് ഡീംഡ് അസസി ആരാണെന്ന് ഒന്നുകൂടെ നോക്കാം. ഡീംഡ് അസസി ഈസ് സംവൺ ഹു ഈസ് ബൗണ്ട് ടു പേ ടാക്സ് ഓൺ ബിഹാഫ് ഓഫ് സംവൺ എൽസ്. മറ്റൊരാളുടെ പേരിൽ നികുതി അടയ്ക്കാൻ ബാധ്യതയുള്ള ഒരാളാണ് ഡീംഡ് അസസി. സോ നെക്സ്റ്റ് വൺ, ഹു ഈസ് അസസി ഇൻ ഡിഫോൾട്ട്? Assessee in default is a person who has failed to fulfill his statutory obligations as per Income Tax Act, such as not paying tax to the government or not filing his income tax return, etc. ഇൻകം ടാക്സ് ആക്ടിലെ നിയമപരമായിട്ടുള്ള ചില ബാധ്യതകൾ നിറവേറ്റുന്നതിൽ പരാജയപ്പെടുന്ന പേഴ്സണാണ് അസസി ഇൻ ഡിഫോൾട്ട് എന്ന് പറയുന്നത്. സർക്കാരിന് കറക്റ്റ് സമയങ്ങളിൽ നികുതി നൽകാതിരിക്കുക, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാതിരിക്കുക, ഇവരെല്ലാം ആരാണ്? ഡിഫോൾട്ടഡ് അസസിയാണ്.
ഓക്കെ, ഇൻകം ടാക്സ് ആക്റ്റിൽ നിയമം പാലിക്കാതെ വീഴ്ച വരുത്തുന്ന ഏതൊരു അസസിയും ആരാണ്? ഡിഫോൾട്ടഡ് അസസിയാണ്. അപ്പോൾ അസസി ആരാണെന്ന് മനസ്സിലായി, ഡീംഡ് അസസി ആരാണെന്ന് മനസ്സിലായി, ഡിഫോൾട്ടഡ് അസസി ആരാണെന്ന് മനസ്സിലായി. നെക്സ്റ്റ് വൺ ഈസ് ഹെഡ്സ് ഓഫ് ഇൻകം. ഇൻകം ടാക്സിൽ നമ്മൾ ഇൻകത്തെ പ്രധാനമായിട്ടും 5 ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. 5 ഹെഡ്സ് ഓഫ് ഇൻകം. ഓരോ ഹെഡ്സ് ഓഫ് ഇൻകവും വളരെ പ്രധാനപ്പെട്ടതാണ്, ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളതുമാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഏതൊക്കെയാണ് ഹെഡ്സ് ഓഫ് ഇൻകം എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഓക്കെ, ഡീറ്റെയിൽഡ് ആയിട്ട് അതാത് ചാപ്റ്ററുകളിൽ അതാത് ഹെഡ്സ് ഓഫ് ഇൻകം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഹെഡ്സ് ഓഫ് ഇൻകം ഓർത്തിരിക്കുക, ഇൻകം ഫ്രം സാലറി. ഇൻകം ഫ്രം സാലറി എന്ന് പറയുമ്പോഴേ നിങ്ങൾ ഓർക്കുക, ഒരു കണ്ടീഷൻ ഫുൾഫിൽഡ് ആകുമ്പോഴാണ് നമ്മളത് സാലറി ഇൻകം ആണെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് അവിടെ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്തിരിക്കണം. എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടെങ്കിൽ ആ ഒരു സന്ദർഭത്തിൽ എംപ്ലോയി വാങ്ങിക്കുന്ന റെമ്യൂണറേഷൻ സാലറി ഇൻകം ആണ്. ഓക്കെ, അപ്പോൾ ഒരു കണ്ടീഷൻ ഏത് കണ്ടീഷനാണ് ഫുൾഫിൽഡ് ആയിരിക്കേണ്ടത്? ദർ ഷുഡ് ബി എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എംപ്ലോയറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന റെമ്യൂണറേഷൻ ഇൻകം ഫ്രം സാലറിയാണ്. ഇൻകം ഫ്രം വേജസ്, പെൻഷൻ, ഗ്രാറ്റുവിറ്റി, ഫീ, കമ്മീഷൻ, ഇതെല്ലാം ഇൻകം ഫ്രം സാലറി ഹെഡിനകത്ത് വരുന്ന ഐറ്റംസ് ആണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വൺ. അപ്പോൾ ആദ്യത്തെ ഹെഡ് ഓഫ് ഇൻകം പഠിച്ചു, ഇൻകം ഫ്രം സാലറി. സെക്കൻഡ് ഹെഡ് ഓഫ് ഇൻകം ഈസ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കവേഴ്സ് the rent earned from house property which is chargeable to tax. ഒരു ടാക്സ് പേയറിന് ഒരു വീട് കൈവശമുണ്ടെങ്കിൽ അത് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണെന്ന് വിചാരിക്കുക. ആ കിട്ടുന്ന റെൻ്റൽ ഇൻകമാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. തേർഡ് വൺ ഇസ് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. എനി പ്രോഫിറ്റ് arising from normal course of business or any income from profession will be charged under this head, profits and gains of business. Okay, business income ഓ പ്രൊഫഷണൽ ഇൻകമോ ഒക്കെയാണ് ഈ ഹെഡ്സ് ഓഫ് ഇൻകത്തിൽ നമ്മൾ ചാർജ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഫോർത്ത് ഹെഡ് ഓഫ് ഇൻകം ഈസ് ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ. ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ മീൻസ് any profit or gain arising from the transfer of capital assets during the previous year. ഒരു ക്യാപിറ്റൽ അസറ്റ് വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു നേട്ടത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ അസറ്റിൻ്റെ സെയിൽ നടക്കുമ്പോൾ കിട്ടുന്ന നേട്ടമാണ് ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ. അപ്പോൾ 4 ഹെഡ്സ് ഓഫ് ഇൻകം ഇപ്പോൾ പറഞ്ഞു. ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ. ഈ 4 ഹെഡ്സ് ഓഫ് ഇൻകത്തിലും വരാത്ത ഇൻകമാണ് ഇൻകം ഫ്രം അതർ സോഴ്സിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഹെഡിനെ വിളിക്കുന്നത് ദിസ് ഈസ് എ റെസിഡ്യുവറി ഹെഡ് ഓഫ് ഇൻകം എന്നാണ്. ഓക്കെ, ഇൻകം ദാറ്റ് ഡസ് നോട്ട് ഫോൾ അണ്ടർ എനി ഓഫ് ദ അബോവ് ഹെഡ്സ് ഓഫ് ഇൻകം ആർ ടാക്സ്ഡ് അണ്ടർ ഇൻകം ഫ്രം അതർ സോഴ്സസ്. നെക്സ്റ്റ് ടേം ഈസ് ഗ്രോസ് ടോട്ടൽ ഇൻകം. പേര് കേൾക്കുന്നത് പോലെ തന്നെയാണ്, ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 5 ഹെഡ്സ് ഓഫ് ഇൻകം പഠിച്ചു. ഈ 5 ഹെഡ്സ് ഓഫ് ഇൻകവും ഒരുമിച്ച് കൂട്ടി കിട്ടുന്ന ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ആൻഡ് പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ, ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഈ ഹെഡ്സ് ഓഫ് ഇൻകത്തിൻ്റെ അഗ്രിഗേറ്റ് എമൗണ്ടിനെ നമ്മൾ വിളിക്കുന്നു ഗ്രോസ് ടോട്ടൽ ഇൻകം. ആസ് ദ നെയിം സജസ്റ്റ്, gross total income is the aggregate of all the income earned by you during a specific period. According to Section 14 of Income Tax Act 1961, the income of a person or an assessee can be categorized under 5 heads. Income from salary, income from house property, profits and gains of business and profession, capital gain, income from other sources. Aggregate of these amount is known as gross total income. Gross total income is arrived at when your earnings from all these 5 heads of income is taken together. Okay.
അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്താണെന്ന് മനസ്സിലായി. 5 ഹെഡ്സ് ഓഫ് ഇൻകത്തിൻ്റെ ഒരു അഗ്രിഗേറ്റ് എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ടോട്ടൽ ഇൻകം. എന്താണ് ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ നെറ്റ് ഇൻകം എന്ന് വിളിക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് the gross total income less the deductions, or it is on this sum that the tax liability is calculated. നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരിക്കലും ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെ മുകളിലല്ല. ടോട്ടൽ ഇൻകം കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും എലിജിബിൾ ആയിട്ടുള്ള കുറേ അധികം ഡിഡക്ഷൻസ് ഉണ്ട്. ആ ഡിഡക്ഷൻസ് ഒക്കെ നമ്മളിനി വീണ്ടും ഡിസ്കസ് ചെയ്യും. 80C മുതൽ 80U വരെ വേരിയസ് ഡിഡക്ഷൻസ് ഉണ്ട്. ആ ഡിഡക്ഷൻസ് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫിഗറാണ് ടോട്ടൽ ഇൻകം. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്താണ് ടാക്സ്, ടാക്സിൻ്റെ 2 കാറ്റഗറൈസേഷൻ, ഹൂ ഈസ് ആൻ അസസി, അസസിയുടെ ക്ലാസിഫിക്കേഷൻ, assessment year, previous year, what is gross total income, what are the 5 heads of income, what is total income. ഓക്കെ, അപ്പോൾ ഇത്രയും കോൺസെപ്റ്റ്സ് നന്നായിട്ട് പഠിക്കുക. ഇനി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.